ശമ്പള പരിഷ്കരണ കമ്മീഷനെ വച്ചു കഴിഞ്ഞു. 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം ഇനി വരാനിരിക്കുന്നതാണ്. എന്തായാലും കേന്ദ്രത്തിൽ ഇത് പ്രഖ്യാപിച്ചു. 2024 ജസ്റ്റിസ് രഞ്ജന ദേശായിയെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി എടുത്തു. ആ കമ്മിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 18 മാസമാണ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 2024 വച്ച സമയം മുതൽ 18 മാസം കണക്കാക്കി കൊടുക്കുമോ അതോ ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചതിന് ശേഷം കൊടുക്കുമോ എന്നുള്ളത് വരാനിരിക്കുന്ന വിഷയമാണ്. എന്തായിരുന്നാലും 2016 ജനുവരി 1-ന് 2014 കമ്മീഷന് 7ാം ധനകാര്യ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വയ്ക്കുകയും അത് 2016 2 വർഷക്കാലത്തെ പഠനം കൊണ്ട് 2016 ജനുവരി 1-നുമാണ് 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചത്. 10 വർഷത്തിലൊരിക്കലാണ് അവിടെ കമ്മീഷൻ, ഇവിടെ 5 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ഇനി പക്ഷേ 10 വർഷത്തിലൊരിക്കലാണെങ്കിലും വലിയ ശമ്പള വർധനമാണ് വരാൻ പോകുന്നത്. അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി അത് വളരെ കൃത്യമായി ക്യാബിനറ്റ് കഴിഞ്ഞ ശേഷം ബ്രീഫ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളോട്. അപ്പോൾ എന്തായാലും കേന്ദ്രത്തിൽ DA അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈയിലുള്ള DA കൊടുത്തിട്ടുണ്ട്. DA കൊടുക്കാൻ തീരുമാനിച്ചു. ആ DA ഇപ്പോൾ ഉടനെ കൊടുക്കും. 3-4 മാസത്തെ DAയും കിട്ടും. അതുപോലെ തന്നെ ഇതും കൊടുക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷന് 18 മാസമാണ് സമയം പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും 2026 ജനുവരി 1 മുതൽ കൊടുക്കാൻ പറ്റുമോ? കാര്യം കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിന് മുമ്പേ വരണം. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കണം. അതിൻ്റെ അനാമലികൾ പരിഹരിക്കണം. കുറച്ച് പ്രോസസ്സുണ്ട്. അതോ കുറച്ച് 2027 പോകുമോ 26-ൽ തന്നെ കൊടുക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും വളരെ കൃത്യമായി ഇത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. തീരുമാനമായി കഴിഞ്ഞു. സാധ്യതയല്ല, തീരുമാനമായി കഴിഞ്ഞു. DA കൊടുക്കാൻ തീരുമാനമായി. ഇപ്രാവശ്യത്തെ ജൂലൈ മുതലുള്ള DA കൊടുക്കാൻ തീരുമാനമായി. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷനെയും വെച്ച് കഴിഞ്ഞു. അപ്പോഴും കേരളത്തിലൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ, കാരണം ഇവിടെ 5 വർഷത്തിലൊരിക്കുമ്പോഴാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കേണ്ടത്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ കേരളത്തിൽ വയ്ക്കുമോ? അതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമോ? അത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ DA 8 പ്രാവശ്യത്തെ DA കൊടുക്കാനുണ്ട്, മുടങ്ങിക്കിടപ്പുണ്ട്. ആ DA കൊടുക്കുമോ? പങ്കാളിത്ത പെൻഷൻ റെഡിയാക്കുമോ? അത് മാറ്റി അഷ്വേർഡ് പെൻഷനിലേക്ക് പോകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കേരളത്തിൽ നിൽപ്പുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ കൊടുങ്കാറ്റുകൾക്കിടയിൽ, കാരണം ഇന്നിപ്പോൾ അത് കൊടുങ്കാറ്റൊന്ന് ശമിച്ചിട്ടുണ്ട്, പൊടിക്കാറ്റായി മാറിയിട്ടുണ്ട്. CPI വഴങ്ങി, CPM വഴങ്ങി, 2 കൂട്ടരും തമ്മിൽ AKG സെൻറ്ററിൽ ചർച്ച നടന്നു. മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും പിന്നെ K രാജനും അതുപോലെ തന്നെ ഗൗതം മാഷും എല്ലാം തമ്മിൽ നല്ല ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ചർച്ച നടന്നതിൻ്റെ ഭാഗമായി ഏതാനും നിമിഷങ്ങൾക്കഞ്ചിലോ പത്രക്കുറിപ്പ് പത്രസമ്മേളനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബൈറ്റോ കിട്ടും. അപ്പോൾ അറിയാൻ പറ്റും എന്താണ് തീരുമാനം. ഇന്ന് 3:30 ക്യാബിനറ്റ് ഉള്ളതാണ്. അപ്പോൾ ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ പങ്കെടുക്കേണ്ടതാണ്. അതിന് മുമ്പ് അതിൻ്റെ ഒരു സമവായം വന്നിരിക്കുകയാണ്. എന്നാൽ പോലും PM ശ്രീയുമായി ബന്ധപ്പെട്ടതും ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങൾ കേരളത്തിൽ ഇങ്ങനെ പിടിച്ചുലച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണം പോലുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഇനിയും നീളാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങ് വരുന്നു, അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനിടയിലാണ് ഇവയെല്ലാം ചെയ്തെടുക്കേണ്ടത്. പണത്തിൻ്റെ പരിമിതിയുണ്ട്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനിടയിലാണ് ഇതൊക്കെ കമ്മിറ്റികളെ വെച്ച് ചെയ്യേണ്ടത്. ശമ്പള പരിഷ്കരണത്തിന് ഒരു കമ്മിറ്റി വേണ്ട, ഒരു കമ്മിറ്റി മതി, അല്ലെങ്കിൽ കമ്മീഷനെ വേണ്ട എന്നൊരു തീരുമാനം വന്നിട്ടുണ്ട്. ധനകാര്യ സെക്രട്ടറിയെ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മുന്നിൽ നിൽക്കുന്നത്.